കടല അന്യായ സീന. ആ ഒരു വിങ്ങൽ ഇപ്പോഴും ഉണ്ടെന്ന്. ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇന്ന് മാസൽഫോൺ ബീച്ചിലേക്കാണ് പോകുന്നത്. മാൾട്ടയിൽ തന്നെ ഒരു അടിപൊളി ബീച്ചാണ് മാസൽഫോൺ ബീച്ച്. ഇന്ന് നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടനെ ഇവിടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ചേട്ടന് എന്തോ നല്ല പ്രേമനൈരാശ്യം ഉണ്ടായിട്ടുണ്ട്. അതായത് കടൽ നോക്കിയിരുന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് പാട്ട് പാടാണ്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആ ചേട്ടൻ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ബാക്കിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അപാര പാട്ടുകാരൻ. പണ്ടെങ്ങാണ്ടൊരു തേപ്പ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ ഒരു വിങ്ങൽ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെ പേര് ചോദിച്ചു നോക്കാം. ചേട്ടൻ പേരുന്നുട്ടാ? എങ്ങനെയുണ്ടായിരുന്നു മാൾട്ടൊക്കെ? എങ്ങനെയുണ്ട്? ഇവിടെ എങ്ങനെയാ ഡെയിലി വരാറുണ്ടോ? ഇവിടെ എങ്ങനെയാ? അതെ. നാട്ടിലെവിടെയായിരുന്നു? നാട്ടിൽ കണ്ണൂരല്ലേ? ചേട്ടൻ എവിടെയാ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടൽ കാണാൻ വേണ്ടി വന്നിട്ട് കടൽ കണ്ടില്ല. ആ പാട്ട് കേട്ട് ഞങ്ങളവിടെ വേറെ വൈബ് പിടിച്ചിരുന്നു. അപ്പം ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരുമെന്ന് ചോദിച്ചു. അപ്പം ആ ചേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. ആ ചേട്ടൻ അപ്പം തന്നെ പറഞ്ഞു, അതിനെന്താ, എത്ര പാട്ട് വേണമെങ്കിലും പാടിത്തരാമെന്ന്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അനന്ത് ചേട്ടൻ ഒരു പാട്ട് പാടി തരും. നമ്മുടെ ഫോളോവേഴ്സിന് മാത്രമുള്ള ഒരു ഭാഗ്യമാണത്. പളുങ്കിൻ തുള്ളി വീണ പായൽ പഴുതിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിം താനേ പൊളിഞ്ഞോ നാം തുഴഞ്ഞ നീർക്കൊരുന്തിനോമൽ പടി നീ പറഞ്ഞ തേൻ കഥകൾ താനേ മറന്നോ വിളി കേൾക്കുമെങ്കിൽ ഇനി ഏതു ദ്വീപിൻ കോണിൽ ഒരുപോലെ നമ്മൾ ചേർന്നു പാടും. ചായും തീരം താരാട്ടും കാലം നൂറും താരം കാലോ പോരെ. പൊളി പൊളി പൊളി. ഈ പാട്ടിന് നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കും? എൻ്റെ വീഡിയോയിൽ കമൻറ്റും എല്ലാം നിങ്ങൾ നൽകണം. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ആ ചേട്ടൻ ആഴ്ചയിൽ ഒരിക്കൽ വന്നിട്ട് ഒരു പാട്ട് പാടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് വേണം. ഇവിടെയൊക്കെ കുറേ സ്ഥലത്ത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കടലിച്ചിരി സീനാണ്, എന്നാലും ആൾക്കാരിങ്ങനെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ഒരു ചേട്ടൻ, ആ ചേട്ടന് മീൻ കിട്ടിയോന്ന് അറിയില്ല. താഴത്തൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. എന്താണോ കടലിച്ചിരി സീനാണ്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ആണ് ഇവിടെ അവസാനിക്കുന്നുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. സപ്പോർട്ട് ഉണ്ടാവണം. സീ യു ഗായ്സ്. അടുത്ത വീഡിയോ വരെ